ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ നല്ല കിടുക്കാച്ചി എന്നെല്ലാം പറയാം, അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. ഈ 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് വേണം, ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ സ്റ്റാൻഡ് പോയത് കാരണം ഗൈസ് എനിക്ക് കുറച്ച് വിഷമത്തിലാണ് ഞാനുള്ളത്. കൃത്യമായിട്ട് വീഡിയോ പിടിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാതായി ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്തോ അറിയില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം റെഡിയാക്കി ഒരിക്കൽ മെല്ലനെ തട്ടാണ്ട് മുട്ടാണ്ട് വെച്ചിട്ടാണുള്ളത് അതിനെ. എന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുകൊണ്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ആക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ അടുത്ത് എല്ലാം ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കാണാം നമുക്ക്. ഇത് റവ വെച്ചിട്ടും എല്ലാം ചെയ്യാം. പക്ഷേ റവേനെക്കാട്ടും എനിക്ക് കൂടുതൽ കടലപ്പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് തോന്നിയത്. അതാണ് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒന്നാക്കി. ഇനി അടുത്തതും കൂടി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം തോലെല്ലാം കളഞ്ഞ് ചെത്തിയെടുത്തതാണ്. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാൻ. അതാണ് അതിലെടുത്തിട്ടു. ഇനി നമ്മളെടുത്ത് വെച്ച സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കടലപ്പൊടിയെല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഈ കവറിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറച്ചേ ഇടുന്നു. അത് മുഴുവൻ ഞാൻ ഇട്ടു. അപ്പോൾ ഇനി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. 4 കറി ആയിപ്പോയി കുറച്ച്, അത് കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി കുറച്ചെടുത്തിന് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പം എല്ലാം കൂടി എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യട്ടെ. കുരുമുളക് പൊടി വേണ്ട കൂട്ടർക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കുരുമുളകും അതിൻ്റെ അകത്ത് നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കുരുമുളകും കൂടി ഞാനിങ്ങനെ ഇങ്ങനെ നുറുക്കിയ പോലെ ആക്കി വെച്ചത് അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി അതിന് ടേസ്റ്റ് കൂടും. അപ്പം എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഉപ്പും ഇതിലിങ്ങനെ കുഴച്ചിട്ട് വെള്ളം ശരിക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടയേണ്ടി വരും. ഇനി ഒന്ന് കുഴച്ചെടുക്കാനുള്ള പാകത്തിന്.
ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ ആയിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുക. കുറേശ്ശെ കുടഞ്ഞിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ അതും ഇടങ്ങാറാണ്, ചടി പോലെയായി പോവില്ലേ. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ ആക്കിയിട്ട് ഞാനിത് കുഴച്ചെടുക്കട്ടെ. നല്ല വൃത്തിയിൽ കുഴച്ചിട്ട് ഞാൻ കാണിച്ചേനെ. ഇങ്ങോട്ടെടുത്ത് മാറ്റിട്ട് മറ്റല്ലാണ്ട് അതിനൊക്കാവുന്നില്ല അത്. ഇതൊക്കെ ഈ പരുവത്തിൽ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിന്. അപ്പോൾ കൈക്ക് ലേശം ഇതിങ്ങനെ കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ഒന്ന് എണ്ണ തൊടുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എണ്ണയെല്ലാം എടുക്കാനുള്ള ചീനിച്ചട്ടി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. എല്ലാം ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. എല്ലാം പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അത് കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ നാവട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത് ഇളക്കി കൊടുക്കാം. ഇട്ട പാടന്നെ ഇളക്കാൻ പാടില്ല. അപ്പോൾ സാവധാനം നമുക്ക് ഓരോന്നിനെ തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കാം. അധികം ഇതാക്കണ്ട, കരിഞ്ഞു കൊണ്ട, ഉള്ളു വേവാണ്ടായിക്കൊണ്ട. അതുകൊണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ നാവട്ടെ, ആയിട്ട് വാങ്ങാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് വാങ്ങാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടി കൂടാം കേട്ടോ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഓട്ട വെച്ച് നമ്മളെ ഉഴുന്ന് വട പോലെ ആക്കിയിട്ടൊന്ന് ഇട്ട് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. അത് നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെ വേണ്ടിക്കും നമുക്ക് ആക്കാം അതിനെ ഷേപ്പിൽ കേട്ടാ. അതിനൊന്നൊരു ഇതുമില്ല. വെറുതെ രണ്ടെണ്ണം ഞാൻ അങ്ങനെ നോക്കിയതാണ് എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണ്ടിക്കലും ഷേപ്പിലാക്കാം. ഓക്കേ. അപ്പം ഞാൻ എല്ലാം ചുട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഒരു തുള്ളി വെളിച്ചെണ്ണയും കുടിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ട. അപ്പോൾ ഇതാ എല്ലാം വാങ്ങി ഗ്യാസ് ഞാൻ ഓഫാക്കി. അപ്പോൾ നമുക്കിതിലേക്ക് ഇടാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എത്രയാണ് ചുട്ടിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാ ഗൈസ് ഇത്രയാണ് ചുട്ടിട്ടുള്ളത്. കണ്ട, കാണുന്നില്ലേ? ഇതാ.
അപ്പം ഞാനിത് മുറിച്ചിട്ട് വേണ്ടിക്ക് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, എന്തായാലും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇതേ ഞാൻ മുറിച്ചിട്ട് ഇതാ കണ്ട, നല്ല അടിപൊളി സാധനമാണ് കഴിക്കാൻ. ഇതാ ഇത് ഞാൻ നടുക്കൊരു ഓട്ട പോലെ ആക്കിയ നല്ല ഉഴുന്നുവട പോലെ ആക്കിയതാണ്. അടിപൊളിയല്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എൻ്റെ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.